വേൾഡ് വൺ ന്യൂസ് ഇംപാക്ട്. ശാസ്താംകോട്ട വലിയതറക്കടവ് ചേലക്കോട്ടുകുളങ്ങര റോഡിന്റെ നവീകരണത്തിനായി 20 ലക്ഷം രൂപ അനുവദിച്ചു. നടന്നുപോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു വളരെ ശോചനീയമായ അവസ്ഥയാണ്. വലിയതറക്കടവ് ചേലക്കോട്ടുകുളങ്ങര റോഡിന്റെ ദുരവസ്ഥയാണിത്. ജനപ്രതിനിധികൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ ദുരിതയാത്ര എപ്പോഴെങ്കിലും ഒന്ന് എത്തി നോക്കിയാൽ നിങ്ങൾക്കും കാണാം ഈ ദുരിതം. ശാസ്താംകോട്ട വലിയതറക്കടവ് ചേലക്കോട്ടുകുളങ്ങര റോഡ് നവീകരണത്തിന് 20 ലക്ഷം രൂപ അനുവദിച്ചതായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി അനിലസ് കല്ലേലി പറഞ്ഞു. നമസ്കാരം, ഞാൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതോടൊപ്പം ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്ന ഈ തറയിൽ ജംഗ്ഷൻ ഉൾപ്പെടുന്ന മേഖലയായ തൊടിയൂർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടതാണ് മാലിമേ ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങി തറയിൽ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് പോയി വലിയതറ കടവ് വരെയുള്ള റോഡ്. ഈ റോഡ് സഞ്ചാര യോഗ്യമല്ലാതായി തീർന്നിട്ട് കുറേ നാളായി. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് കിട്ടുന്നതിനുള്ള താമസം ചില സാഹചര്യങ്ങൾ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. എങ്കിൽ പോലും 2025-26 സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഈ റോഡ് ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വകമാറ്റി വച്ചിട്ടുള്ളത്. പ്ലാൻ ഫണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു ജനപ്രതിനിധിയും ഉപയോഗിക്കുന്നത് പുതിയ കെട്ടിടങ്ങൾ, അതായത് അംഗനവാടിയോ സ്കൂൾ കെട്ടിടങ്ങളോ ആരോഗ്യ കേന്ദ്രങ്ങളോ ഒക്കെ നിർമ്മിക്കാനാണ്. എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മോശകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ റോഡിലൂടെ ഓരോരുത്തർ യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ ഇതിന് ഇപ്പോൾ 20 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുള്ളത്. 2 ഘട്ടമായിട്ട് തന്നെ ഈ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗം ഉൾപ്പെടെ ഇളക്കി പുതിയ നിലയിൽ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. DPCയുടെ അംഗീകാരം ലഭിച്ചു. അതിൻ്റെ എസ്റ്റിമേറ്റ് ഒരു 1-2 ദിവസത്തിനുള്ളിൽ തയ്യാറാകും. അതിനുവേണ്ടിയുള്ള മെയിലെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് AE ഓഫീസിൽ വന്നു കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പ്രകൃതി അനുകൂല കാലാവസ്ഥയല്ല, മഴക്കാലമായതുകൊണ്ടാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള കാലതാമസം ഉണ്ടായിട്ടുള്ളത്. തൊട്ടടുത്ത സമയത്ത് തന്നെ ജില്ലാ പഞ്ചായത്ത് ഈ ടെൻഡർ നടത്തി ഒരാളിനെ കൊണ്ട് വർക്കെടുപ്പിച്ച് കരാർ വെച്ച് ഈ പദ്ധതി സമയബന്ധിതമായി ഈ സമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുമെന്ന് ഉറപ്പു നൽകി. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ വേൾഡ് വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. തകർന്ന് ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡിൽ മഴ പെയ്തതോടെ വെള്ളവും കെട്ടിക്കിടക്കുകയാണ്. കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രികർക്കടക്കം പരിക്കുപറ്റുന്നത് നിത്യസംഭവമായിരുന്നു. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് വലിയതറക്കടവ് ചേലക്കോട്ടുകുളങ്ങര റോഡ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.